Hello dears, welcome back to ISK English. Hello dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ആൻസേഴ്സ്. അതായത് ഫസ്റ്റ് യൂണിറ്റിലെ ഒന്നാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് നമ്മൾ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ആൻസേഴ്സ് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ പറയാം. നമുക്ക് വരുന്നത് 4 സെക്ഷനാണ് വരുന്നത്. സെക്ഷൻ എ, ബി, സി, ഡി. സെക്ഷൻ എ എന്ന് പറയുന്നത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. അതായത് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് ഒരു വേർഡിലോ അല്ലെങ്കിൽ സെൻറ്റൻസിലോ ആണ് ആൻസർ ചെയ്യേണ്ടത്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഇതിൽ വരുന്നത്. ഇനി ബിയിൽ വരുന്നത് 2 മാർക്കിനാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. സിയിൽ വരുന്നത് 5 മാർക്കിന് ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഡിയിൽ വരുന്നത് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസുമാണ്. മൊത്തം പേപ്പർ വരുന്നത് 70 മാർക്കിനാണ് മൊത്തം പേപ്പർ വരുന്നത്, 70 മാർക്ക്. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കൂ, ഞാൻ ആദ്യം പറയുന്നത് ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒരു 10 എണ്ണം. ആ ഷോർട്ട് ക്വസ്റ്റ്യൻസ് പറഞ്ഞതിന് ശേഷം 2 മാർക്കിൻ്റെ അതുപോലെ തന്നെ 5 മാർക്കിന് എഴുതാവുന്ന ക്വസ്റ്റ്യൻസ് പറയാം. ലാസ്റ്റ് പിന്നെ എസ് എ ക്വസ്റ്റ്യൻസ് ടൈപ്പ്. അപ്പോൾ ഇത് ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ടെക്സ്റ്റിൽ തന്നെ ക്വസ്റ്റ്യനും ആൻസറും ഈ 10 ക്വസ്റ്റ്യൻ്റെ വരുന്നുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഒറിജിൻ ഓഫ് ദ വേർഡ് കമ്മ്യൂണിക്കെയർ? വാട്ട് ഈസ് ദ ഒറിജിൻ ഓഫ് ദ വേർഡ് കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷൻ എന്ന വേർഡിന്റെ ഉത്ഭവം എന്തിൽ നിന്നാണെന്നാണ്. അപ്പൊ അതിന്റെ ആൻസർ ആണ് ലാറ്റിൻ വേർഡ് കമ്മ്യൂണിക്കെയർ. നമുക്കറിയാവുന്ന കാര്യമാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു കോൾ എ പേഴ്സൺ ഹു ഇനീഷ്യേറ്റ്സ് ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്? അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ, അത് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ആളെ, തുടങ്ങുന്ന ആളെ നമ്മൾ എന്താണ് വിളിക്കുക? ആൻസർ അറിയില്ലേ? സെൻറ്റർ എന്നാണ് വിളിക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഇൻവെൻഷൻസ് ദാറ്റ് വേർ മൈൽ സ്റ്റോൺ ഇൻ ദ ഫീൽഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷൻ്റെ മേഖലയിൽ നായികക്കല്ലായിട്ടുള്ള ഇൻവെൻഷൻസ് ഏതൊക്കെയാണ്? ഏതൊക്കെ ഇൻവെൻഷൻസ് ആണ് മൈൽ സ്റ്റോൺ ആയിട്ടുള്ളത്? പ്രിന്റിങ്, പേപ്പറും പ്രിന്റിങ്ങും. ആൻസർ കേട്ടോ, പേപ്പർ ആൻഡ് പ്രിന്റിങ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ മോസ്റ്റ് ഇഫക്റ്റീവ് സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള സ്റ്റൈൽ ഏതാ? അസേർട്ടീവ് സ്റ്റൈലാണ് കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ളത്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എക്സംപ്ലിഫൈഡ് ഇൻ ബുള്ളിയിങ്? അതായത് ബുള്ളിയിങ് വരിക, അതായത് ഭീഷണിപ്പെടുത്തൽ, ഭീഷണിയുടെ സ്വരം, ത്രട്ടൺ ചെയ്യലിൻ്റെ സ്വരം, ഇതൊക്കെ ഏത് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിലാണ് വരുന്നത്? ഏതിലാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗ്രസീവ് സ്റ്റൈലിലാണ് വരിക കേട്ടോ, അഗ്രസീവ് സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആറാമത്തേത്, വിച്ച് സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ റിഫ്ലെക്ട്സ് ലാക്ക് ഓഫ് കോൺഫിഡൻസ്? അതായത് ആത്മവിശ്വാസക്കുറവ് ഏത് സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷനിലാണ് വരുന്നത്? പാസീവിലാണ് വരുന്നത്. ഏഴാമത്തേത്, വാട്ട് ഈസ് വൺ വേ കമ്മ്യൂണിക്കേഷൻ? ഏഴാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ് വൺ വേ കമ്മ്യൂണിക്കേഷൻ? അപ്പോൾ നോക്കൂ, വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ ഫ്രം ദ സെൻഡർ ടു ദ റിസീവർ. അതായത് ഇൻഫോർമേഷൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്, ഇൻഫോർമേഷൻ്റെ ഒഴുക്ക് എന്ന് പറയുന്നത് സെൻഡറിൽ നിന്നും റിസീവറിലേക്കായിരിക്കും അതിൻ്റെ ഒഴുക്ക്. ദർ ഈസ് നോ സ്കോപ്പ് ഫോർ എ ഫീഡ്ബാക്ക്. എന്തില്ല? ഫീഡ്ബാക്കിന് സാധ്യതയില്ല. അതായത് സെൻഡർ പറയുന്ന കാര്യം റിസീവറിലേക്ക് വരും, പക്ഷെ റിസീവർക്ക് മറുപടി കൊടുക്കാൻ ഫീഡ്ബാക്കിന് സാധ്യതയില്ലാത്തതാണ് ഇത് വൺ വേ കമ്മ്യൂണിക്കേഷൻ. ഒരാൾ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഡസ് എൻകോഡിങ്? നിങ്ങൾ എൻകോഡിങ്ങും ഡീകോഡിങ്ങും കേട്ടിട്ടില്ലേ? കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ് എൻകോഡിങ്ങും
ഡീകോഡിങ്ങും. ഇതിൽ എൻകോഡിങ് ആരാണ് ചെയ്യുന്നത്? സെൻഡർ ആണ് എൻകോഡിങ്ങിന്റെ ആള്, അതായത് മെസ്സേജ് അയക്കുന്ന ആള്. 9ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് എ റിസീവർ ഡു ടു ദ മെസ്സേജ് ടു ഗെറ്റ് ഇറ്റ്സ് മീനിങ്? ഒരു മെസ്സേജിന്റെ അർത്ഥം ലഭിക്കുന്നതിന് വേണ്ടി റിസീവർ എന്ത് ചെയ്യുന്നു? എങ്ങനെയാണ് മെസ്സേജർ ഒരു റിസീവർ മെസ്സേജിന്റെ അർത്ഥം കണ്ടുപിടിക്കുക? ഡീകോഡ് ചെയ്തിട്ട്. ആൻസർ എന്താണ്? ഡീകോഡ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് വേർഡിലോ അല്ലെങ്കിൽ സെന്റൻസിലോ ആൻസർ ചെയ്യേണ്ട 1 മാർക്ക് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ലാസ്റ്റ് വൺ. വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് ടു വേ കമ്മ്യൂണിക്കേഷൻ? ടു വേ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന 2 ടൈപ്പുകൾ ഏതൊക്കെയാ? ആൻസർ സിമ്മട്രിക്കും അതുപോലെ തന്നെ സിമ്മട്രിക് ആൻഡ് അസിമ്മട്രിക്. ഇതാണ് 2 ടൈപ്പ്, സിമ്മട്രിക് ആൻഡ് അസിമ്മട്രിക്. അപ്പൊ ഇനി നോക്കുമ്പോൾ നമ്മളെ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി നമ്മൾ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസിന് പുറമെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിൽ നിന്ന് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ പ്രീവിയസ് ആയിട്ട് മുൻപ് ചോദിച്ച ചോദ്യങ്ങളും ഇതിലുണ്ട്. അപ്പൊ നോക്കൂ, ഇതിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ, ഇത് നമുക്ക് 2 മാർക്കുള്ള ക്വസ്റ്റ്യൻസിലും ഉൾപ്പെടുത്താം, 5 മാർക്കുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ ഉൾപ്പെടുത്താം. 1ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ആർ ദ വേരിയസ് വേസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ഓൺ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ? അതായത് ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ഫ്ലോ ചെയ്യുക, ഇൻഫർമേഷന്റെ ഒഴുക്ക്, അതിനെ ബേസ് ചെയ്തിട്ട് ഏതെല്ലാം തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്? അപ്പൊ ആൻസർ കേട്ടോളാം. ഫ്ലോയെ ബേസ് ചെയ്തിട്ട് 2 തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണുള്ളത്, 2 ടൈപ്പ് ആണുള്ളത്, 1 വേയും 2 വേയും. 1 വേ കമ്മ്യൂണിക്കേഷനും 2 വേ കമ്മ്യൂണിക്കേഷനും. ഇത് നമുക്ക് എന്താണ് 1 വേ കമ്മ്യൂണിക്കേഷൻ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 1 വേ, ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഫ്രം ദ സെൻഡർ ടു ദ റിസീവർ. അതായത് സെൻഡറിൽ നിന്നും റിസീവറിലേക്ക് ഇൻഫർമേഷൻ ഫ്ലോ ചെയ്യും, തിരിച്ച് റിസീവറിൽ നിന്നും സെൻഡറിലേക്ക് ഫ്ലോ ചെയ്യില്ല. ദർ ഈസ് നോ സ്കോപ്പ് ഫോർ ഫീഡ്ബാക്ക്. ഇത്തരം ഒരു കമ്മ്യൂണിക്കേഷനിൽ ഫീഡ്ബാക്കിനുള്ള സാധ്യത, അതായത് റിസീവറുടെ അഭിപ്രായം അറിയാനുള്ള സാധ്യത ഇല്ല. എക്സാമ്പിള്, റീഡിങ് എ ബുക്ക്, ഒരു ബുക്ക് വായിക്കുന്നത്. ഇനി എന്താണ് 2 വേ കമ്മ്യൂണിക്കേഷൻ? ഇറ്റ് ഈസ് വൺ ഇൻ വിച്ച് 2 വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടൈപ്പാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? ബോത്ത് ദ സെൻഡർ ആൻഡ് റിസീവർ ആർ ഇൻവോൾവ്ഡ്. അതിൽ സെൻഡറും റിസീവറും ഇൻവോൾവ്ഡ് ആവുന്നു, പങ്കെടുക്കുന്നു. ഇൻ ട്രാൻസ്മിറ്റിംഗ് ഇൻഫോർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൽ. ട്രാൻസ്മിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ് ചെയ്യുക, ഇൻഫോർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാം. അപ്പൊ എന്താ 2 വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻഡറിൽ നിന്നും റിസീവറിലേക്കും റിസീവറിൽ നിന്നും സെൻഡറിലേക്കും ഇൻഫോർമേഷൻ പാസ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫോർമേഷൻ പാസ് ചെയ്യും. അതായത് ഇൻഫോർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൽ സെൻഡറും റിസീവറും പങ്കെടുക്കും. അതാണ് 2 വേ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ്. ഈ 2 വേ കമ്മ്യൂണിക്കേഷന് മറ്റൊരു പേരും കൂടി ഉണ്ട്, 1 മാർക്കിനൊക്കെ ചോദിക്കാം. എന്താണ് ആ ഒരു മറ്റൊരു പേര്? ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇനി 2 വേ കമ്മ്യൂണിക്കേഷനുള്ള എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. എക്സാമ്പിൾസ്: ഇമെയില്, ഇൻസ്റ്റന്റ് മെസ്സേജിങ്, ഫേസ് ടു ഫേസ് കോൺവേഴ്സേഷൻ. ഇൻസ്റ്റന്റ് മെസ്സേജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്ക്, വാട്സപ്പിൽ മറ്റൊക്കെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തുന്നില്ലേ? അപ്പൊ ഇതുപോലുള്ള ഇൻസ്റ്റന്റ് മെസ്സേജിങ്, അതുപോലെ തന്നെ ഫേസ് ടു ഫേസ് കോൺവേഴ്സേഷൻ, ഇതെല്ലാം 2 വേ കമ്മ്യൂണിക്കേഷന് എക്സാമ്പിൾസ് ആണ്. ഇനി 2ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് 2 വേ കമ്മ്യൂണിക്കേഷൻ? അതായത് 2 വേ കമ്മ്യൂണിക്കേഷന്റെ 2 ടൈപ്പുകൾ ഏതൊക്കെയാണ്? നേരത്തെ 1 മാർക്കിന് ചോദിച്ചിരുന്നു. അപ്പൊ നമ്മളവിടെ ആൻസർ പറഞ്ഞു സിമ്മട്രിക്കും അസിമ്മട്രിക്കും. അപ്പൊ ഇവിടെ ഇത് 2 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ആൻസർ ചെയ്യുന്നത്. അതായത് എക്സ്പ്ലനേഷൻ ഉണ്ട്, നോക്കൂ, എക്സ്പ്ലനേഷനും ഉണ്ട്, എക്സാമ്പിൾ ഒക്കെ ഉണ്ട്.
അപ്പൊ എന്താന്ന് വെച്ചാൽ എന്താണ് സിമ്മട്രിക്? എന്താ സിമ്മട്രിക് എന്ന് പറഞ്ഞാൽ? സിമ്മട്രിക് എന്ന് പറയുമ്പോൾ വെൻ ദ പാർട്ടീസ് ഇൻവോൾവ്ഡ് ആർ ഈക്വൽ, അതാണ് സിമ്മട്രിക്. അതായത് ഒരു കമ്മ്യൂണിക്കേഷനിൽ ഉൾപ്പെടുന്ന പാർട്ടികൾ, ദാറ്റ് മീൻസ് സെൻഡറും റിസീവറും ഈക്വൽ ആയിരിക്കും, ഒരേപോലത്തെ ആളുകൾ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോൺവെർസേഷൻ ബിറ്റ്വീൻ യു ആൻഡ് യുവർ ഫ്രണ്ട്, നിങ്ങളും നിങ്ങളുടെ സുഹൃത്തും തമ്മിലുള്ള സംഭാഷണം, ഇത്രയേ ഉള്ളൂ സിമ്മട്രിക്. അതായത് ഇൻവോൾവ്ഡ് ആയിരിക്കുന്ന പാർട്ടീസ് ഈക്വൽ ആയിരിക്കും. എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ രണ്ട് ടീച്ചേഴ്സിന്റെ സംഭാഷണം എടുക്കാം, രണ്ട് ഫ്രണ്ട്സിന്റെ, അതായത് ഈക്വൽ റാങ്കിലുള്ള രണ്ട് ആളുകൾ സംസാരിക്കണം. ഇനി രണ്ടാമത്തേത് അസിമെട്രിക്. എന്താണ് അസിമെട്രിക് എന്ന് പറയുമ്പോൾ? വെൻ വൺ പാർട്ടി ഇൻവോൾവ്ഡ് ഹാസ് മോർ പവർ ഓർ ഈസ് ഡോമിനന്റ്. രണ്ടാളിൽ ഒരാൾക്ക് ഹാസ് മോർ പവർ, ഒരാൾക്ക് പവർ കൂടും, അല്ലെങ്കിൽ ഒരാൾ മറ്റേ ആളേക്കാൾ ഡോമിനന്റ് ആയിരിക്കും, ഒരാൾക്ക് മറ്റേ ആളേക്കാൾ ഇമ്പോർട്ടൻ്റ് ഉണ്ടായിരിക്കും, പ്രാധാന്യം കൂടും. അതാണ് അസിമെട്രിക്. അപ്പൊ അസിമെട്രിക് എന്ന് പറയുമ്പോൾ രണ്ടിൽ ഒരാൾക്ക് പ്രാധാന്യം കൂടും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അസിമെട്രിക്കിന് എക്സാമ്പിൾ ആണ് ടീച്ചർ ഗിവിങ് എ ലെക്ചർ, ടീച്ചർ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഇവിടെ പ്രാധാന്യം കൂടുന്ന ആള് ടീച്ചറാണ് അല്ലേ? അപ്പോൾ ടീച്ചറും സ്റ്റുഡൻസും അസിമെട്രിക് ആണ്. സ്റ്റുഡൻസിന്റെ ഇടയിലെ സംസാരം സിമെട്രിക് ആണ്, ടീച്ചേഴ്സിന്റെ ഇടയിലെ സംസാരവും സിമെട്രിക് ആണ്. ടീച്ചറും സ്റ്റുഡൻറ്റും കൂടി ആവുമ്പോൾ അതെന്തായി? അസിമെട്രിക് ആയി. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ഓൺ മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, അതായത് മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അടിസ്ഥാനമാക്കിയിട്ട് കമ്മ്യൂണിക്കേഷൻ എന്തെല്ലാം തരമുണ്ട്? നോക്കൂ, എന്തെല്ലാം തരമുണ്ട്? വെർബൽ കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ നോൺ വെർബലും. അപ്പൊ മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അടിസ്ഥാനമാക്കിയിട്ട് കമ്മ്യൂണിക്കേഷനെ ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്സ്, രണ്ട് ടൈപ്സ് ഉണ്ട്, വെർബൽ കമ്മ്യൂണിക്കേഷനും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും. പേര് നോക്കൂ, വെർബൽ കമ്മ്യൂണിക്കേഷൻ, നോൺ വെർബൽ. വെർബൽ വെർബ് ഉള്ളത്, നോൺ വെർബൽ വെർബ് ഇല്ലാത്തത്. വെർബ് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായല്ലോ, വേർഡ്സ്. അപ്പൊ നമുക്ക് അതിന്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ നോക്കാം. കാരണം 2 മാർക്കിനാകുമ്പോൾ ഒരു പേര് എഴുതി വെച്ചാൽ പോരാ, എക്സ്പ്ലനേഷൻ വേണം കേട്ടോ. അപ്പൊ നോക്കൂ, വെർബൽ കമ്മ്യൂണിക്കേഷൻ. എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ? ഇറ്റ് ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് ലാംഗ്വേജ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ലാംഗ്വേജിനെ യൂസ് ചെയ്യും ഫോർ ദ പർപ്പസ് ഓഫ് കൺവേയിങ് മെസ്സേജ്. ഒരു മെസ്സേജിനെ കൺവേ ചെയ്യുന്നതിന് വേണ്ടി, ഒരു മെസ്സേജിനെ പാസ് ചെയ്യുന്നതിന് വേണ്ടി, മെസ്സേജിനെ കൺവേ ചെയ്യുന്നതിന് വേണ്ടി ലാംഗ്വേജിനെ യൂസ് ചെയ്യുന്നതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് യൂസസ്, ഈ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുന്നു സ്പോക്കൺ ഓർ റിട്ടൺ ഫോം. നമുക്കറിയാം ലാംഗ്വേജ്, ഭാഷയ്ക്ക് 2 ഫോം ഉണ്ട്, സ്പോക്കൺ ഫോമും ഉണ്ട്, റിട്ടൺ ഫോമും ഉണ്ട്. അപ്പൊ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ സ്പോക്കൺ ഫോമോ അല്ലെങ്കിൽ റിട്ടൺ ഫോമോ ആണ് ഏതിൽ യൂസ് ചെയ്യുക? വെർബൽ കമ്മ്യൂണിക്കേഷനിൽ. ഇനി മെത്തേഡിനെ അടിസ്ഥാനമാക്കിയുള്ള രണ്ടാമത്തേതാണ് ഏത്? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. രണ്ടാമത്തേതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. എന്താ ഇതിന്റെ പ്രത്യേകത? ഇറ്റ് ഇൻവോൾവ്സ് ദ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ. ഇവിടെ എന്താണ്? എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ തന്നെയാണ് ഇവിടെയും. പക്ഷെ ഇതാണ് പ്രത്യേകത, വിത്തൗട്ട് ദ ട്രാൻസ്മിഷൻ ഓഫ് വേർഡ്സ്. എന്തില്ല? വേർഡ്സിന്റെ ട്രാൻസ്മിഷൻ ഇല്ല. ഇവിടെ വാക്കുകളല്ല പാസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതിൽ എന്താണ്? ലാംഗ്വേജ്, ലാംഗ്വേജ് എന്ന് പറഞ്ഞ വാക്കുകളാണല്ലോ. പക്ഷെ ഇവിടെ വിത്തൗട്ട് ദി ട്രാൻസ്മിഷൻ ഓഫ് വേർഡ്സ്, വേർഡ്സ് ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. പകരം എന്താണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് യൂസസ് ബോഡി ലാംഗ്വേജ്, അതുപോലെ തന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ജെസ്റ്റേഴ്സ് ഒക്കെയാണ് ഉപയോഗിക്കുക. ബോഡി ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരഭാഷ, നമ്മളെ ആംഗ്യങ്ങളും ചേഷ്ടകളും. ജെസ്റ്റേഴ്സ് അതുപോലെ തന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, മുഖഭാവങ്ങൾ, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഇവിടെ നമ്മൾ ലാംഗ്വേജ് ഉപയോഗിക്കുന്നില്ല. ഇതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇത് നോക്കൂ, 4ാമത്തെ ചോദ്യമാണ്.
വാട്ട് ആർ ദ ടു ടൈപ്സ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ? അപ്പൊ മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ രണ്ടെണ്ണം ഉണ്ട്, വെർബലും നോൺ വെർബലും. അടുത്ത ചോദ്യം ഇതാണ്, നോൺ വെർബലിലെ രണ്ടെണ്ണം ഏതൊക്കെയാ? സോറി, വെർബൽ കമ്മ്യൂണിക്കേഷനിലെ രണ്ടെണ്ണം. വെർബലിലെ രണ്ടെണ്ണം ഏതൊക്കെയാണ്? ഏതൊക്കെയാ വെർബൽ കമ്മ്യൂണിക്കേഷനിലെ രണ്ടെണ്ണം? സ്പോക്കൺ ഓർ ഓറൽ കമ്മ്യൂണിക്കേഷനും രണ്ടാമത്തേത് റിട്ടൺ കമ്മ്യൂണിക്കേഷനും. സ്പോക്കൺ ഓർ ഓറൽ നമ്മൾ വായ കൊണ്ടുള്ളത്, ദാറ്റ് ഈസ് സ്പോക്കൺ ഓർ ഓറൽ. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് റിട്ടൺ ആണ്. ഇത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും. അപ്പൊ ചെറിയൊരു എക്സ്പ്ലനേഷനും നമ്മൾ നൽകുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് സ്പോക്കൺ അല്ലെങ്കിൽ ഓറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ ഇൻഫോർമേഷൻ ഈസ് പാസ്ഡ് ഓൺ യൂസിങ് സൗണ്ട്. ഇവിടെ ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നത് ശബ്ദം ഉപയോഗിച്ച, യൂസിങ് സൗണ്ട്. ഇനി ദ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് സ്പോക്കൺ വേർഡ്. ഇവിടെ കമ്മ്യൂണിക്കേഷന്റെ മീഡിയം എന്ന് പറയുന്നത് സ്പോക്കൺ വേർഡാണ്. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, യൂസിങ് സൗണ്ട് ഉപയോഗിക്കുന്നു. രണ്ടാമത്തേത് മീഡിയം എന്ന് പറയുന്നത് സ്പോക്കൺ വേർഡാണ്. എക്സാമ്പിൾ, ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ. അതുപോലെ തന്നെ ടെലഫോണിക് കോൺവെർസേഷൻ. ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ, അതുപോലെ തന്നെ ടെലഫോൺ കോൺവെർസേഷൻ. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? സ്പോക്കൺ അല്ലെങ്കിൽ ഓറൽ സ്പോക്കൺ അല്ലെങ്കിൽ ഓറൽ കമ്മ്യൂണിക്കേഷന് എക്സാമ്പിൾസ് ആണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് നമുക്ക് പറയാനുള്ളത് റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ്. ഏത് രണ്ടാമത്തെ ടൈപ്പ്? റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ സ്പോക്കണിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സ്പോക്കൺ വേർഡ് ആണ്. അതിന്റെ മീഡിയം എന്ന് പറയാ യൂസിങ് സൗണ്ട് ആണ് ഉപയോഗിക്കുന്നത്. മീഡിയം എന്ന് പറയുന്നത് സ്പോക്കൺ വേർഡ് ആണ്. ഇനി റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, ഇറ്റ് ഇൻവോൾവ്സ് ദി എക്സ്ചേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദ റിട്ടൺ ഫോം. ഇവിടെ എക്സ്ചേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദ റിട്ടൺ ഫോം, അതായത് എക്സ്ചേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, ആശയവിനിമയം എക്സ്ചേഞ്ച് ചെയ്യുന്നത് റിട്ടൺ ഫോമിലാണ്. എക്സ്ചേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഇൻ ദ റിട്ടൺ ഫോം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പോക്കൺ വേർഡോ യൂസിങ് സൗണ്ടോ അല്ല. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നടക്കുന്നത് എക്സ്ചേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദ റിട്ടൺ ഫോം, റിട്ടൺ ഫോമിലാണ്. എക്സാമ്പിൾസ് വേണ്ട. എക്സാമ്പിൾസ് ഏതൊക്കെയാ അതിന്? റിട്ടൺ കമ്മ്യൂണിക്കേഷനുള്ള എക്സാമ്പിൾസ് ആണ് ഇമെയിൽസ്, ടെക്സ്റ്റുകള്, ലെറ്റേഴ്സ്, SMS, ഹാൻഡ് ബുക്സ്, അതുപോലെ തന്നെ പോസ്റ്റേഴ്സ്. അപ്പൊ ഇനി നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് വിഷ്വൽ ഓർ സിംബോളിക് കമ്മ്യൂണിക്കേഷൻ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സിംബോളിക്? എന്താണ് വിഷ്വൽ അല്ലെങ്കിൽ സിംബോളിക്? വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആൻസർ നോക്കാം. എന്താണ് വിഷ്വൽ അല്ലെങ്കിൽ സിംബോളിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ടേക്ക് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സിംബൽസ്, ഡ്രോയിങ്സ്, പ്ലക്കാർഡ്സ്. ഇതൊക്കെ നിങ്ങൾ കേട്ടില്ലേ? പ്ലക്കാർഡ്സ്, ഡ്രോയിങ്സ്. പ്ലക്കാർഡ് അറിയില്ലേ? നമ്മൾ പ്ലക്കാർഡൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരുന്നു പ്ലക്കാർഡുകൾ അല്ലെ, പോസ്റ്ററുകൾ പോലെ. ആ പ്ലക്കാർഡ്, അതുപോലെ തന്നെ ഡ്രോയിങ്, അതുപോലെ തന്നെ സിംബലുകൾ. ഈ മൂന്ന് കാര്യങ്ങൾ, സിംബൽ, ഡ്രോയിങ്സ്, പ്ലക്കാർഡ് എക്സെട്ര, ഇതുപോലുള്ള സാധനങ്ങളുടെ സഹായത്തോടു കൂടി കമ്മ്യൂണിക്കേഷൻ നടത്തുക. ഇതാണ് വിഷ്വൽ അല്ലെങ്കിൽ സിംബോളിക് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നോക്കൂ, കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ടേക്ക് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പൻസ്, നടക്കുന്നു. കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. എങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് സിംബൽസ്, ഡ്രോയിങ്സ്, പ്ലക്കാർഡ്സ്. ഇതാണ് സിംബോളിക് കമ്മ്യൂണിക്കേഷൻ. ഇതിന്റെ എക്സാമ്പിൾ ശ്രദ്ധിക്കൂട്ടോ, മറക്കാതിരിക്കുക. ട്രാഫിക് ലൈറ്റ്, അതുപോലെ തന്നെ ട്രാഫിക് സിംബൽസ് അല്ലേ? അവിടെ റെഡ് ലൈറ്റ്, ഗ്രീൻ ലൈറ്റ്, യെല്ലോ ലൈറ്റ്, ഇതൊക്കെ സിംബലുകളാണ് അല്ലേ? അപ്പൊ സിംബലാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ട്രാഫിക് സിഗ്നൽസ്, അതുപോലെ തന്നെ ട്രാഫിക് ലൈറ്റ് അല്ലേ, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? സിംബോളിക് കമ്മ്യൂണിക്കേഷനുള്ള എക്സാമ്പിൾ ആണ് കേട്ടോ.
നോക്കൂ ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ഫിസിക്കൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ? എന്താണ് ഫിസിക്കൽ നോൺ വെർബൽ? ഫിസിക്കല് നോൺ വെർബൽ, അതായത് നോൺ വെർബലിന്റെ കൂടെ ഫിസിക്കലും കൂടി ഉണ്ട്. ഫിസിക്കൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഫിസിക്കൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ശ്രദ്ധിക്കുക, എന്താണ് ഫിസിക്കൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാല് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് സപ്ലിമെന്റഡ്. ഇവിടെ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുന്നത്. ആ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ കൂടെ സപ്ലിമെന്റ് ചെയ്യുന്നു, അതിന്റെ കൂടെ ചേർക്കുക. നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യാണ്, ചില ഡോക്ടേഴ്സ് വല്ല അസുഖത്തിനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വൈറ്റമിൻ ടാബ്ലറ്റ് സപ്ലിമെന്റ് ചെയ്യും അല്ലേ, നമുക്ക് ഒന്നുകൂടി ഒരു അസുഖം മാറുമ്പോൾ ഒരു ഉഷാർ കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇവിടെ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഓൾറെഡി നടക്കുന്നത്, അതിൻ്റെ കൂടെ സപ്ലിമെന്റ് ചെയ്യാണ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് സപ്ലിമെന്റഡ് ത്രൂ ദ യൂസ് ഓഫ് ജെസ്റ്റേഴ്സ്, ബോഡി ലാംഗ്വേജ് ആൻഡ് എക്സ്പ്രഷൻസ്. അപ്പൊ എന്താ പറയുന്നത്? വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് സപ്ലിമെന്റഡ്. അപ്പൊ വെർബൽ കമ്മ്യൂണിക്കേഷനെ സപ്ലിമെന്റ് ചെയ്യാണ്. ശ്രദ്ധിക്കാം, വെർബൽ കമ്മ്യൂണിക്കേഷനെ സപ്ലിമെന്റ് ചെയ്യുന്നു ത്രൂ ദ യൂസ് ഓഫ് ജെസ്റ്റേഴ്സ്, ജെസ്റ്റേഴ്സിന്റെ കൂടെ. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടുള്ളത് ജെസ്റ്റേഴ്സ് ആണ്, വെർബൽ കമ്മ്യൂണിക്കേഷൻ അല്ല. ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞത്. അപ്പൊ അങ്ങനെയല്ല വരുന്നത്, പാസീവ് സെന്റൻസ് ആണല്ലോ അല്ലെ. വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് സപ്ലിമെന്റഡ്. Verbal communication is supplemented through the use of gestures, body language and expressions. അപ്പൊ ഇത്തരം കമ്മ്യൂണിക്കേഷനിൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കൂടെ ജെസ്റ്റേഴ്സും ബോഡി ലാംഗ്വേജും എക്സ്പ്രഷൻസും, ഇത് രണ്ടും ഉണ്ടായിരിക്കും. ഇനി നോക്കൂ, ഐ കോണ്ടാക്ട്, പ്രോക്സിമിക്സ്, ടോണ്, പോസ്റ്റർ, സ്റ്റാൻസ്, ടച്ച്, ഗെയ്സ് ക്യാൻ ബി എ പാർട്ട് ഓഫ് ദിസ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് വരും. അപ്പൊ എന്തൊക്കെയാണ് ഈ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് വരുന്നത്? ഐ കോണ്ടാക്ട്, അതുപോലെ തന്നെ പ്രോക്സിമിക്സ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. തൽക്കാലം നിങ്ങളിപ്പോൾ പഠിക്കാം, നെക്സ്റ്റ് എന്ത് ചെയ്യാണ്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് ഹാപ്റ്റിക്സും അതുപോലെ തന്നെ പ്രോക്സിമിക്സ് ഒക്കെ. ഫിസിക്കൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് എന്തെല്ലാം വരുന്നു, എന്തെല്ലാമാണ് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത്? ഐ കോണ്ടാക്ട്, പ്രോക്സിമിക്സ്, ടോണ് അല്ലെ സംസാരത്തിന്റെ ടോണ്, പോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ശരീര ഒരു രൂപരീതി, കാരണം ആ ഒരു വ്യക്തി എങ്ങനെ നിൽക്കുന്നു. ഇപ്പൊ പോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് റൂമിൽ എങ്ങനെ ഇരിക്കുന്നു, അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ, അതാണ് പോസ്റ്റർ. അതുപോലെ തന്നെ സ്റ്റാൻസ്, ടച്ച്, ഗെയ്സ്, ഈ കാര്യങ്ങളൊക്കെ ക്യാൻ ബി എ പാർട്ട് ഓഫ് ദിസ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇതെല്ലാം ഈ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഏത് മോഡാ? ഫിസിക്കൽ നോൺ വെർബൽ. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇതിന്റെ ഭാഗമായി വരുന്നവ, ഇതെല്ലാം നിങ്ങളൊന്ന് കാണാതെ പഠിക്കണം. അപ്പൊ എന്താ ഞാൻ പറഞ്ഞത്? ഫിസിക്കൽ നോൺ വെർബൽ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജെസ്റ്റേഴ്സ്, ബോഡി ലാംഗ്വേജ്, എക്സ്പ്രഷൻസ്, ഇവയുടെ കൂടെ വെർബൽ കമ്മ്യൂണിക്കേഷനെ സപ്ലിമെന്റ് ചെയ്യാം. അപ്പൊ ആക്ച്വലി ഇത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അതിന്റെ കൂടെ എന്ത് ചെയ്യുന്നു? വെർബൽ കമ്മ്യൂണിക്കേഷനെ സപ്ലിമെന്റ് ചെയ്യുന്നു. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ഇഫക്റ്റീവ് ആവും. ഇനി ഞാൻ ഏഴാമത്തെ ക്വസ്റ്റ്യൻ പറയാണ് കേട്ടോ. വാട്ട് ആർ ദ മേജർ സ്റ്റൈൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? അപ്പൊ ഇത് നമുക്കൊരു 5 മാർക്കിനും ഒക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ കമ്മ്യൂണിക്കേഷനിലെ മേജർ സ്റ്റൈൽസ് 5 മാർക്കിന് ചോദിക്കാം. ഇനി ടൈപ്പും സ്റ്റൈലും കൂട്ടിയിട്ട് എസ് ആയിട്ടും ചോദിക്കാം കേട്ടോ. കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുകയാണെങ്കിൽ ഇതന്നെ എസ് ആയിട്ട് എഴുതാൻ പറ്റും. കമ്മ്യൂണിക്കേഷനിലെ സ്റ്റൈലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാനൊന്ന് ഒന്നിച്ച് പറയാം കേട്ടോ, പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. അഗ്രസീവ് ഉണ്ട്, പാസീവ് ഉണ്ട്, പാസീവ് അഗ്രസീവ് ഉണ്ട്, അസേർട്ടീവ് ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണ്? അഗ്രസീവ് ഉണ്ട്, പാസീവ് ഉണ്ട്, പാസീവ് അഗ്രസീവ് ഉണ്ട്, അസേർട്ടീവ് ഉണ്ട്. ഇതൊക്കെയാണ് കമ്മ്യൂണിക്കേഷനിൽ വരുന്ന സ്റ്റൈലുകൾ. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം.
ഒന്നാമത്തേത് അഗ്രസീവ്. എന്താണ് അഗ്രസീവ്? ഈ അഗ്രസീവ് എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ചൊരു ആക്രമണ സ്വഭാവം എന്നാണ് ആ പദം തന്നെ കാണിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് അഗ്രസീവ്. അഗ്രസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇത് കമ്മ്യൂണിക്കേഷന്റെ ഒരു കൈൻഡ് ആണ്. ഇവിടെ ഈ ടൈപ്പിൽ എന്താ ഈ ടൈപ്പിന്റെ പ്രത്യേകത? സ്ട്രോങ് ഇമോഷൻസ് ആർ എക്സിബിറ്റഡ്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇവിടെ ശക്തമായിട്ടുള്ള ഇമോഷൻസ് പുറത്തേക്ക് വരും. എക്സിബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രദർശിപ്പിക്കും, കാണിക്കും. ശക്തമായുള്ള ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പൊ ഇത് അത്ര ഒരു രസകരമായിട്ടുള്ള ഒരു സംഭാഷണമല്ല, സ്റ്റൈലല്ല ഇത് അഗ്രസീവ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ് ഒക്കെ എന്ത് ചെയ്യും? എക്സിബിറ്റ് ചെയ്യും. ഇപ്പോൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ചില രീതികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൗട്ടിങ് ഉണ്ടാവും, ഷൗട്ടിങ്. അതുപോലെ തന്നെ റൈസ്ഡ് വോയിസ്, ശബ്ദം ഉയരും. അതുപോലെ തന്നെ ജെസ്റ്റേഴ്സ്, ചില ശരീരചേഷ്ടകൾ, ചിലപ്പോൾ ആംഗ്യങ്ങളും അതുപോലെ തന്നെ അത്തരം ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇതൊക്കെ ഈ ടൈപ്പ് കമ്മ്യൂണിക്കേഷന്റെ സവിശേഷതകളാണ്. അതായത് ഷൗട്ടിങ് ഉണ്ടാവാം, റൈസ്ഡ് വോയിസ് ഉണ്ടാവാം, ജെസ്റ്റേഴ്സ് ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഇറ്റ് വുഡ് നോട്ട് ബി എ ഗുഡ് എക്സ്പീരിയൻസ് ഫോർ ദ റിസീവർ. റിസീവറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല അനുഭവമാവില്ല. ഒരാൾ നമ്മളോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചാടി കുറച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിസീവർ ആണെങ്കിൽ കേൾക്കാൻ സുഖം ഉണ്ടാവുമോ? ഇല്ല. അതാ പറഞ്ഞത്, റിസീവർക്ക് ഇത് കേൾക്കാൻ വലിയൊരു സുഖം ഉണ്ടാവില്ല. ഇറ്റ് ഈസ് നോട്ട് ആൻ ഇഫക്റ്റീവ് കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അഗ്രസീവ് എന്നുള്ളത് ഒരു ഫലപ്രദമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന്റെ രീതിയല്ല. ആൻഡ് ഓഫേഴ്സ് നോ സ്കോപ്പ് ഫോർ ഫീഡ്ബാക്ക്. മാത്രമല്ല ഈ കമ്മ്യൂണിക്കേഷനിൽ ഫീഡ്ബാക്കിനുള്ള സാധ്യതയില്ല. ഒരാളിങ്ങനെ കുറച്ച് ദേഷ്യപ്പെട്ട് ഇങ്ങനെ ദേഷ്യം ഇങ്ങനെ പതഞ്ഞു പൊങ്ങിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ കേൾക്കുന്ന റിസീവർക്ക് തിരിച്ചു പറയാൻ പേടിയേക്കാരം. അല്ലെങ്കിൽ പിന്നെ അവിടെ ഫീഡ്ബാക്ക് അല്ല ഉണ്ടാവുക, അടിയായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ഇതിൽ ഫീഡ്ബാക്കിനുള്ള സാധ്യത തീരല്ല. ഇനി നോക്കൂ, ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇതിന്റെ എക്സാമ്പിള് എ ബുള്ളി അറ്റ് സ്കൂൾ. അതായത് നിങ്ങളുടെ സ്കൂളിൽ ഒരു ബുള്ളി പറഞ്ഞ എന്താ? വഴക്കാളി ആയിട്ടുള്ള ഒരാള്. ബുള്ളി പറഞ്ഞ എന്താ? വഴക്കാളി ആയിട്ടുള്ള ആള്. ബുള്ളി പറഞ്ഞ വഴക്കാളി. അപ്പൊ വഴക്കാളി ആയിട്ടുള്ള നിങ്ങളെ സുഹൃത്തോ മറ്റോ അവരുടെ സംസാരം, അല്ലെ, അവരെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്. പിന്നെ വഴക്കാളിയായിട്ടുള്ള ആൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അവരുപയോഗിക്കുന്ന പദങ്ങള്, അല്ലെ, ശബ്ദം ഉയരും. അതുപോലെ തന്നെ അവരുടെ ചില ആംഗ്യങ്ങള്, ജെസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഷൗട്ട് ചെയ്യും, അല്ലെ. അപ്പൊ ഇതെല്ലാം ഇത്തരത്തിലുള്ള സംസാരം എന്തിന് എക്സാമ്പിൾ ആണ്? അഗ്രസീവിന് എക്സാമ്പിൾ ആണ്. അപ്പൊ അഗ്രസീവ് എന്താന്ന് മനസ്സിലായില്ലേ? അഗ്രസീവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നാമത് ഓർക്കേണ്ടത് സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ് എക്സിബിറ്റ് ചെയ്യും. സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ് നമുക്കിങ്ങനെ പുറത്തു വരുന്നിങ്ങനെ കാണാം. ഈ സംസാരിക്കുന്ന ആളുടെ മുഖത്തൊക്കെ അതിന്റെ ലക്ഷണങ്ങൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും, അല്ല, ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇതായിട്ട്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് ശബ്ദം ഉയരും, അല്ലെ, അതുപോലെ തന്നെ ഷൗട്ട് ചെയ്യും. പിന്നൊരു കാര്യം പറയുന്നത് ജെസ്റ്റേഴ്സ്, അല്ലെ, അതായത് ശരീരഭാഷ, ആംഗ്യങ്ങളും മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അടുത്ത സ്റ്റൈൽ എന്ന് പറയുന്നത് പാസീവ് ആണ്. അടുത്ത സ്റ്റൈല് പാസീവ്. നേരെ അഗ്രസീവിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇത് പാസീവ്. ഇൻ പാസീവ് കമ്മ്യൂണിക്കേഷനിൽ ദ റിസീവർ ആക്സെപ്റ്റ് എവരിത്തിങ് ഇൻ സൈലൻസ്. അതായത് റിസീവർ എല്ലാം നിശബ്ദമായിട്ട് ആക്സെപ്റ്റ് ചെയ്യും. യാതൊരു മറുപടിയും പറയാതെ എന്ത് പറഞ്ഞാലും റിസീവർ എന്ത് ചെയ്യും? കേട്ടിരിക്കുന്ന ഒരു രീതി. ഇൻ പാസീവ് കമ്മ്യൂണിക്കേഷൻ ദ റിസീവർ ആക്സെപ്റ്റ് എവരിത്തിങ് ഇൻ സൈലൻസ്. എല്ലാം. ദോ ഹി ഓർ ഷീ ഡിസഗ്രീസ് ടു ദ ഐഡിയാസ്. തന്നോട് പറയുന്ന കാര്യങ്ങളിൽ റിസീവർക്ക് വിയോജിപ്പുണ്ടെങ്കിലും പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും ചില സമയങ്ങൾക്ക് നമ്മൾ അങ്ങനെ ഉണ്ടായിരിക്കും. ചില സമയങ്ങളിൽ നമ്മൾ പാസീവ് റിസീവർ ആയിട്ട് മാറും. എപ്പോ നിങ്ങൾക്ക് അറിയാവോ? നമ്മളെ പാരൻസ് നമ്മളോട് സംസാരിക്കുമ്പോൾ,
ചിലപ്പോൾ ടീച്ചേഴ്സ് സംസാരിക്കുമ്പോഴോ അല്ലെ പാരൻസും ടീച്ചേഴ്സും സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ചില ഐഡിയാസ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. നമ്മളതിൽ ഡിസഗ്രി ചെയ്യുന്നുണ്ടായിരിക്കും, വിയോജിപ്പുണ്ടായിരിക്കുമെങ്കിലും നമ്മൾ നിശബ്ദമായിട്ട് നമ്മളത് സഹിച്ച് ഉൾക്കൊണ്ടിരിക്കും. ഇതാണ് പാസീവ് എന്ന് പറയുന്നത്. ഇറ്റ് റിഫ്ലെക്സ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നറിയോ? ഇത് കാണിക്കുന്നത് ദ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ്. എന്തുകൊണ്ടാണ് നമ്മളെല്ലാം കേട്ടിരിക്കുന്നത്? ലാക്ക് ഓഫ് കോൺഫിഡൻസ്. നമുക്ക് ആത്മവിശ്വാസക്കുറവുണ്ട്. നമ്മൾ എതിർത്തൊന്നും പറയുന്നില്ല. എതിർത്ത് പറയാതിരിക്കുന്നത് ആത്മവിശ്വാസക്കുറവ്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായി പോവോ, അത് പ്രശ്നമാവോ, നമ്മളുടെ ഉള്ളിലെ ആത്മവിശ്വാസക്കുറവ്. ഇറ്റ് റിഫ്ലെക്ട്സ് ദി ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഇൻ ദ റിസീവർ. റിസീവറിലെ ആത്മവിശ്വാസക്കുറവ്. ഇറ്റ് ഈസ് നോട്ട് എ ഹെൽത്തി പ്രാക്ടീസ്. ഇതൊരു നല്ല രീതിയല്ല. ഏത്? ഒരു പാസീവ് റിസീവർ ആവുന്നത് നല്ല രീതിയല്ല. നിങ്ങൾ ആവശ്യത്തിന് പ്രതികരിക്കണം. എന്താ കാര്യം എന്നറിയാം? എന്തുകൊണ്ടാണ് ഇത് നല്ലതല്ല എന്ന് പറയുന്നത്? അതിന്റെ കാരണം ഇതാണ്. ആസ് ഇറ്റ് ക്യാൻ ലീഡ് ടു ഇഷ്യൂസ്. ഇത് ചില പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ലൈക്ക് ആങ്കർ ബിൽഡപ്പ്. നമ്മളിങ്ങനെ നിഷ്ക്രിയരായിട്ട് സഹിച്ചിങ്ങനെ കേട്ടുകൊണ്ട് ഇങ്ങനെ സഹിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആങ്കർ ബിൽഡപ്പ് ചെയ്യും. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ദേഷ്യം ഡെവലപ്പ് ചെയ്യും. ദേഷ്യം ഉണ്ടാവും. അതുപോലെ തന്നെ സ്ട്രെസ്, ഇതുപോലത്തെ പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം നമ്മൾ ഇങ്ങനെ സഹിക്കാം. ഒരാൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത നമ്മളോട് ഇങ്ങനെ പറയുന്നു. നമുക്ക് യോജിക്കാൻ കഴിയാത്ത കാര്യം നമ്മളോട് ഇങ്ങനെ പറയാണ്. നമ്മൾ ഒരു പാകവും ഇല്ലാതെ നിശബ്ദമായിട്ട് ഇങ്ങനെ സഹിക്കുന്നത് നല്ല ശീലമല്ല. നമ്മൾ നല്ല രീതിയിൽ നമുക്ക് പറ്റൂലെങ്കിൽ നമ്മളെ വിയോജിപ്പ് പറയണം. ഞാൻ നിങ്ങളോട് എടുത്തടിച്ചു പറയാനല്ല പറഞ്ഞത്, വടിയെടുത്ത് പറയണം എന്നല്ല. വളരെ ശാന്തമായിട്ട് നല്ല രീതിയിൽ നമ്മൾ പറ്റില്ല, ശരിയല്ല, നോ എന്ന് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ പറയാം. അത് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഒരു പാസീവ് റിസീവർ ആവാന്ന് പറഞ്ഞാൽ അത് നമുക്ക് ദോഷമാണ്. കാരണം നമ്മളെ ഉള്ളിൽ ആങ്കർ ബിൽഡപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും, മനസ്സമാധാനം നഷ്ടപ്പെടും. എക്സാമ്പിൾ, ഇതിന് നല്ലൊരു എക്സാമ്പിളാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നത്? ഗേൾസ് ആർ ടോട്ട് ടു ബി. നമ്മൾ ഇന്ന് പെൺകുട്ടികളെ പഠിപ്പിക്കുകയാണ്. എന്താണ് പെൺകുട്ടികൾ നമ്മൾ പഠിപ്പിക്കുന്നത്? ടോട്ട് ടു ബി റിമൈൻ പാസീവ്. എപ്പോഴും അവർ പാസീവ് ആയിരിക്കാൻ പഠിപ്പിക്കുകയാണ്. ആൻഡ് ആക്സെപ്റ്റ് എവറിത്തിങ് ഇൻ സൈലൻസ്. എല്ലാം നിശബ്ദമായിട്ട് അവർ പഠിക്കണം എന്ന് നമ്മൾ പെൺകുട്ടിയോട് പറയാണ്, നീ അവനെ പോലെയല്ല, നീ പെൺകുട്ടിയാണ്, നീ അടക്കത്തിലിരിക്കണം, നിന്നോട് ആരെന്തു പറഞ്ഞാലും നീ മറുപടി പറയാൻ പാടില്ല, നീ എല്ലാം സഹിക്കണം, ക്ഷമിക്കണം. ഈ രീതിയിൽ നമ്മൾ പെൺകുട്ടികളെ പാസീവ് റിസീവേഴ്സ് ആക്കിയിട്ട് നമ്മൾ മാറ്റുന്നു. ഇത് നല്ല ശീലമല്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെൺകുട്ടികളിലും ആങ്കർ ബിൽഡപ്പ് ചെയ്യും, സ്ട്രെസ് ഉണ്ടാവും, അവർക്ക് ടെൻഷൻ ഉണ്ടാവും, മാനസിക ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ നോട്ട് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്റ്റൈൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ ബാക്കി, ഇപ്പോൾ പാസീവ് അഗ്രസീവും അസേർട്ടീവും ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. തൽക്കാലം അരമണിക്കൂറായില്ലേ, ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ സാധാരണത്തെ പോലെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾ നോട്ടൊക്കെ കേൾക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എഴുതിയെടുക്കുക, നിങ്ങൾ പഠിക്കുക കേട്ടോ. പതിവ് പോലെ ഞാൻ പറയാണ്, ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഈ തരുന്ന നോട്ടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.